കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തുന്ന സമയത്ത് കേട്ട ആ ഭാഗം ഒന്നുകൂടി കേട്ട് മുന്നോട്ട് പോകാം. ഭഗവാൻ പൃഥു മഹാരാജാവിനോട് പറയുന്ന ഭാഗമാണ്. അങ്ങയെപ്പോലുള്ള മഹാപുരുഷന്മാർ ദേഹാഭിമാനത്തെ ഉളവാക്കുന്നതിന് പര്യാപ്തമായ ഭഗവൻ മായയാൽ സമ്മോഹിതരായി പോകുന്നുണ്ടെങ്കിൽ ദീർഘകാലമായി അനുഷ്ഠിച്ചു പോരുന്ന ജ്ഞാനസമ്പാദന ശ്രമം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? വളരെയേറെ കാലം മഹാജ്ഞാനികളായ ഋഷിവര്യന്മാരെയും മറ്റും സേവിച്ചു നേടിയ അറിവ് പുരുഷാർത്ഥപ്രാപ്തിക്കുതകുന്നതല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്ത പ്രയത്നം കേവലം പാഴ്വേലയെന്നല്ലേ പറയാനാവൂ? ഇത് ഭഗവാൻ പൃഥു മഹാരാജാവിനോട് മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല. വ്യാസഭഗവാൻ ഭാഗവതം വായിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർ മാർഗമധ്യേ അറിഞ്ഞ അറിവുകൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, ആ അറിവുകൾ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കേവലം പാഴ്വേല എന്നല്ലേ പറയേണ്ടത് എന്നാണ് ചോദ്യം. നമ്മൾ ഈശ്വരോന്മുഖരായിട്ട് മുന്നോട്ട് പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വെക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇത് കേൾക്കുന്നവരിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും പുനർജന്മ വിശ്വാസമുണ്ടാകും. ഈ ജന്മത്തിൽ അവരനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ കഴിഞ്ഞ ഏതോ ജന്മങ്ങളിൽ ചെയ്ത മോശമായ പ്രവൃത്തിയുടെ അനന്തരഫലമാണ് എന്ന് കരുതുന്നും ഉണ്ടാകും. പക്ഷെ ആ ഒരു വിശ്വാസം, ആ കാര്യം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണുന്നില്ല. കാരണം പൂർവജന്മ പുനർജന്മങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, കർമ്മഫലത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഏതൊരു മോശമായ പ്രവൃത്തിക്കും അനന്തരഫലം ഉണ്ടാകും എന്ന് നമ്മൾ ഉറച്ചു കരുതുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും നമ്മൾ ജാഗരൂകരായിരിക്കുകയില്ലേ? നമ്മൾ അങ്ങനെ ജാഗരൂകരാണോ? നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? നമ്മളിപ്പോൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ ഏതോ ജന്മങ്ങളിൽ ചെയ്ത മോശമായ പ്രവൃത്തികളുടെ അനന്തരഫലമാണെന്നാണ്. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിരിക്കും ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിൽ നാം അനുഭവിക്കേണ്ടി വരിക എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ഈ ജന്മത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ പ്രതിഫലിച്ച് കാണണ്ടേ? ശ്രദ്ധാപൂർവമായിരിക്കേണ്ടേ നാം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മുന്നോട്ട് നയിക്കുന്നത്? ശ്രദ്ധയോടുകൂടി വേണ്ടേ ചെയ്യാൻ? അങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസം മാത്രമാണ്. അതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ എഫക്റ്റ് ഒന്നുമില്ല. ആ വിശ്വാസത്തെ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്താൽ, ചോദ്യം ചെയ്യുന്ന ആളോട് അനാവശ്യമായിട്ട് നമുക്ക് കോപതാപാദികൾ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കാത്ത നമ്മുടെ വിശ്വാസങ്ങളെ വേറെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരോട് നമുക്ക് വിദ്വേഷമുണ്ടാകുന്നത് ഏതടിസ്ഥാനത്തിലാണ് ശരിയാവുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഭക്തരാണ് എന്ന് അഭിമാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ കരുതുന്ന രീതിയിലുള്ള ഭക്തി വേറൊരാൾക്കില്ല എന്നുണ്ടെങ്കിൽ അവരോട് ഇവർക്ക് വലിയ നീരസമായിരിക്കും. ഇവർക്ക് ശരിക്കും ഈശ്വരനോട് ഭക്തി ഉണ്ടെങ്കിൽ, ഭാഗവതം ഭക്തിയധിഷ്ഠിതമായ ഒരു ഗ്രന്ഥമാണ് എന്നാണല്ലോ ഇപ്പോൾ പലരും പറയുന്നത്. അപ്പോൾ ഭഗവാനോട് ശരിക്കും ഭക്തി ഉണ്ട് എങ്കിൽ, ഭഗവാനെ പറ്റിയിട്ട് ഈ
ഭാഗവതത്തിൽ ആവർത്തിച്ച് വ്യാസഭഗവാൻ പറയുന്നത് എന്താ? ഭഗവാൻ സർവവ്യാപിയാണ്. ഭഗവാൻ എല്ലായിടത്തും എല്ലാ രൂപത്തിലും വസിക്കുന്നു. അപ്പൊ ഭഗവാനോട് നമുക്ക് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ പാരമ്യതയാണ്. വിശ്വരൂപനാണ് ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഭഗവാൻ എന്നാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. സർവചരാചരങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നു. എങ്കിൽ നമുക്ക് സർവചരാചരങ്ങളോടും ആ ഒരു ഭക്തി, സ്നേഹത്തിന്റെ പാരമ്യത ഉണ്ടാവേണ്ടേ? ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളെ ഭക്തർ എന്ന് വിളിക്കാൻ പറ്റുമോ? അതോ വികാരലോലർ എന്നേ വിളിക്കാൻ പറ്റുകയുള്ളൂ? ഇന്നത്തെ ഈ ഭക്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പേക്കോലം കെട്ടി ഓരോന്ന് കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ വെറും വികാര പ്രകടനങ്ങളാണ്. അത് വെറും വികാര പ്രകടനങ്ങൾ, വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ മാത്രമാണ്. അതിനൊന്നും ആധ്യാത്മികമായിട്ട് യാതൊരു പ്രസക്തിയും ഇല്ല. ഞാനിങ്ങനെയൊക്കെ പറയുമ്പം ചിലപ്പം നിങ്ങൾക്ക് അത് കൊള്ളും, ചിലർക്കത് എന്തായാലും കൊള്ളും. പക്ഷെ അത് കൊള്ളുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് കൊള്ളുന്നത് എന്നുള്ളത് ചിന്തിക്കണം. അല്ലാണ്ട് എന്നോടുടനെ വിദ്വേഷം തോന്നുകയും ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ആധ്യാത്മികമായിട്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ. അല്ലാത്തതെല്ലാം ഭൗതികവാദപരമായത് മാത്രമാണ്. ഈശ്വരനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾ ആധ്യാത്മികനാവുകയില്ല. ആധ്യാത്മികരാവുക അത് ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണുമ്പോഴാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഭാഗവതത്തിൽ അങ്ങനെ അനവധി സന്ദർഭങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പൃഥു മഹാരാജാവിനോടെന്ന പോലെ നമ്മളോടും വ്യാസഭഗവാൻ ഭഗവാനിലൂടെ ചോദിക്കുകയാണ്. അങ്ങയെ പോലുള്ള മഹാപുരുഷന്മാർ ദേഹാഭിമാനത്തെ ഉളവാക്കുന്നതിന് പര്യാപ്തമായ ഭഗവൻ മായയാൽ സമ്മോഹിതരായി പോകുന്നുണ്ടെങ്കിൽ, കാരണം ഏകദേശം ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നയാളാണ് ഈ പൃഥു മഹാരാജാവ്. ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളാണ്, ജീവിതാനുഭവമുള്ള ആളാണ്. അദ്ദേഹത്തെ ഭഗവത് മായ മോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ദീർഘകാലമായി അനുഷ്ഠിച്ചു പോരുന്ന ജ്ഞാനസമ്പാദന ശ്രമം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? വളരെയേറെ കാലം മഹാജ്ഞാനികളായ ഋഷിവര്യന്മാരെയും മറ്റും സേവിച്ച് നേടിയ അറിവ് പുരുഷാർത്ഥപ്രാപ്തിക്ക് ഉതകുന്നതല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്ത പ്രയത്നം കേവലം പാഴ്വേള എന്നല്ലേ പറയാനാവൂ? എത്രയോ പേരുടെ പ്രഭാഷണങ്ങൾ കേട്ടിരിക്കുന്നു. ഇപ്പം എൻ്റേതടക്കമുള്ള ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും എത്രയോ പേരുടെ പ്രഭാഷണങ്ങൾ കേട്ടിരിക്കുന്നു. എത്രയോ ആധ്യാത്മികമായ ഗ്രന്ഥങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്തിരിക്കുന്നു. ഈ അറിവ്, ഈ പ്രഭാഷണം കേൾക്കുന്നതിലൂടെ, ഗ്രന്ഥപാരായണങ്ങളിലൂടെ, പുസ്തക വായനയിലൂടെ നാം നേടിയ അറിവ് പുരുഷാർത്ഥപ്രാപ്തിക്കുതകുന്നതല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലിഷ്ട മനസ്സിൽ നിന്ന് നമുക്ക് മോചനം തരുന്നതല്ല എന്നുണ്ടെങ്കിൽ, മനഃക്ലേശങ്ങളെ ഇല്ലാതെയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ചെയ്ത പ്രയത്നം കേവലം പാഴ്വേല എന്നല്ലേ പറയാവൂ? ഇപ്പം ഞാൻ പ്രഭാഷണം ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് നിങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ സമയം കളയലാണ്. ഈ സമയം ഉപയോഗിച്ച് ഒരു 2 or 4 മൂട് വാഴയോ തെങ്ങോ വച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ കാഫലം എന്തെങ്കിലും കിട്ടാതിരിക്കുകയില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട്
ഇത് അടിക്കടി ദിവസവും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പരിശോധിക്കണം. ഈ ആർജിച്ച അറിവ്, ഈ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഈശ്വരോന്മുഖരായി ചരിക്കുന്ന നമുക്ക് നമ്മളെ പറ്റിയുള്ള ചില സങ്കല്പങ്ങൾ, ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? മിക്കവാറും ഇല്ല എന്നുള്ളതായിരിക്കും കിട്ടാൻ പോകുന്ന ഉത്തരം. അതാണ് എങ്കിൽ ഉടനെ ചിന്തിക്കേണ്ടത് എന്താ? എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ വാക്കുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രകോപിതരാകുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ അങ്ങനെ പറയരുത്, ഞാൻ ഇങ്ങനെ പറയരുത്, ഞാൻ എങ്ങനെ പറയണം, അതൊന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വേറൊരാൾക്കുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ട് മുന്നോട്ടാണ് പോകുന്നത് എന്നുള്ളതിന് എന്താ ഉറപ്പ്? മറ്റുള്ളവരുടെ വാക്കുകൾ. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ അനുഭവമില്ലാത്ത വാക്കുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മണമില്ലാത്ത പൂക്കൾ പോലെ പ്രയോജനരഹിതമായതാണ്. അവ വേണമെങ്കിൽ കേവലം അലങ്കാരത്തിന് ഉപയോഗിക്കാം, പക്ഷെ അതിന് വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവുകയില്ല. ഭഗവാൻ പൃഥു മഹാരാജാവിനോട് തുടരുകയാണ്. വിവേകമതികളായ മനുഷ്യർ ഒരിക്കലും ശരീരത്തെ ആത്മാവെന്ന് ഭാവിക്കുന്നവരല്ല. ആത്മജ്ഞാനമില്ലാത്തതിനാൽ വിഷയങ്ങളിൽ ആസക്തിയും അതുമൂലം പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ആ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ജനന മരണങ്ങളും ഉണ്ടാകുന്നു എന്നറിയാവുന്ന ജ്ഞാനിയായ മനുഷ്യൻ അതേ അറിവ് തന്നെയാണ് യഥാർത്ഥ ബോധം എന്ന് തിരിച്ചറിയുന്നു. വിവേകമതികളായ മനുഷ്യർ ഒരിക്കലും ശരീരത്തെ ആത്മാവെന്ന് ഭാവിക്കുന്നവരല്ല. വിവേകമതികളായ മനുഷ്യർ, വേണ്ടുന്നതും വേണ്ടാത്തതും തിരിച്ചറിയാൻ കഴിവുള്ളവർ, അവരെയാണ് വിവേകമുള്ളവർ. തങ്ങൾക്ക് വേണ്ടതെന്താണ് വേണ്ടാത്തതെന്താണ് എന്ന് തിരിച്ചറിയുവാൻ ശക്തിയുള്ളവ മനുഷ്യർ ഒരിക്കലും ശരീരത്തെ ആത്മാവാണ് എന്ന് ഭാവിക്കുന്നവരല്ല. ശരീരമാണ് പ്രധാനമെന്ന് അവർ ഒരിക്കലും കരുതുകയില്ല. നിരന്തര മാറ്റങ്ങൾക്ക് സദാ വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ ശരീരമാണ് പ്രധാനമെന്ന് അവർ ഒരിക്കലും കരുതുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ ശരീരം ആണ് ആത്മാവെന്ന് കരുതുകയില്ല എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, അഹങ്കാരം, ബുദ്ധി ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് ഈ ശരീരം. ഇതാണ് ഏറ്റവും പ്രധാനം എന്ന് കരുതുകയില്ല. അപ്പോൾ ഇതിൻ്റെ മാത്രം വെൽബീയിങ്ങിന് വേണ്ടി ഒന്നും ചെയ്യുകയില്ല എന്നർത്ഥം. കാരണം അവർക്ക് ഈ തിരിച്ചറിവുണ്ടാവാൻ, ഈ വിവേകമതികളാകാൻ എന്താ ചെയ്യേണ്ടത്? വിവേകമതികളാകാൻ പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. വിവേകമതികളാകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ മതി. ആരാണോ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നത് ക്രമേണ അവർക്കുണ്ടാകുന്ന ഒരു അറിവാണ് ഈ വിവേകം. അവർക്ക് വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും അറിയാൻ സാധിക്കും. ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വയറിന് പറ്റുന്നത് എന്താണെന്നും നമ്മുടെ വയറിന് പറ്റാത്തത് എന്താണെന്നും ആഹാരം കഴിച്ച് ശീലിച്ച നമുക്ക് അറിയാം. അതിൽ വേണ്ടത് എടുക്കുകയും വേണ്ടാത്തത് എടുക്കാതിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ അറിയാതെ വേണ്ടാത്തത് എടുത്താൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം നമുക്ക് മനസ്സിലാകും അത് ഇന്ന ആഹാരം കഴിച്ചത് കൊണ്ടാണ്, അതെനിക്ക് പറ്റുന്നതായിരുന്നില്ല, നാവിൻ്റെ സ്വാദ് കാരണം ഞാൻ കഴിച്ചു പോയതാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് അതേ നാവിന് സ്വാദുള്ള വയറിന് സ്വാദില്ലാത്ത ആഹാരം ആരെങ്കിലും തന്നാൽ നമ്മൾ പറയും വേണ്ട, കഴിക്കുമ്പോഴേ സുഖമുള്ളൂ. അതാണെങ്കിലോ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. ഈ കഴിക്കുമ്പോഴുള്ള സുഖം നാവിൽ രസം തങ്ങി നിൽക്കുന്ന കാലം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസ്വസ്ഥത അതിലും കൂടുതൽ നേരമാണുള്ളത്. അതുകൊണ്ട് സുഖത്തേക്കാൾ കൂടുതൽ അസുഖമാണുള്ളത്. അതുകൊണ്ട് അത് വേണ്ട.
അത് വിവേകമാണ്. അത് ജീവിതാനുഭവങ്ങളിലൂടെ അറിയുന്ന അറിവാണ്. ശ്രദ്ധാപൂർവം ജീവിക്കാത്ത ഒരാൾക്ക് ആ തിരിച്ചറിവുണ്ടാവുകയില്ല. ഇത് പുസ്തകങ്ങൾ വായിച്ച് നേടേണ്ട അറിവല്ല, ഇത് ജീവിച്ച് നേടേണ്ടതാണ്. പുസ്തകങ്ങൾ അതിന് സഹായിക്കുമായിരിക്കും, പ്രഭാഷണങ്ങൾ അതിന് സഹായിക്കുമായിരിക്കും. പക്ഷെ ശ്രദ്ധാപുരസരം ജീവിക്കാത്ത ഒരാൾക്ക് ആ അറിവൊരിക്കലും ദൃഢമായിരിക്കുകയില്ല. അവരുടെ വേണം വേണ്ടായികകൾ എപ്പോഴും ഗ്രന്ഥരചയിതാക്കളോ മറ്റുള്ളവരോ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളത് യൂട്യൂബിലെ ഡയറ്റീഷ്യൻ അല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം കൃത്യമായിട്ട് എടുക്കുവാൻ എനിക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധാപൂർവം കഴിക്കുക തന്നെ വേണം. അങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. ചില തിരിച്ചറിവുകൾ കേട്ടറിവുകളിൽ നിന്നും ഉണ്ടാകും, ഇല്ല എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. പക്ഷെ കേട്ടറിവുകൾ തിരിച്ചറിവുകളാകാതെ അത് സ്വീകരിച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വിവേകമതികളായ മനുഷ്യർ ഒരിക്കലും ശരീരത്തെ ആത്മാവെന്ന് ഭാവിക്കുന്നവരല്ല. അവർ ഈ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല. ഈ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും സുഖം മാത്രം പ്രധാനമാണ് എന്ന് കരുതി ജീവിക്കുന്നവരല്ല. ശരീരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, മനുഷ്യ ശരീരം നമുക്ക് ലഭിച്ചിട്ടുള്ളത് പരമമായ പദത്തെ പ്രാപിക്കുവാനാണ് എന്ന തിരിച്ചറിവുള്ളവർ ആയിരിക്കും വിവേകമതികളായവർ. കാരണം അവര് ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി മാത്രമായിട്ടായിരിക്കാം ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷെ ശ്രദ്ധാപുരസരം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ ആകത്തുകയായിട്ട് അവശേഷിക്കുന്നത് ദുഃഖമാണ് എന്നവർക്ക് മനസ്സിലാകും. ഡിസാറ്റിസ്ഫാക്ഷൻ, അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു തോന്നലാണ്, ഒരു തൃപ്തിയില്ലായ്മയാണ് ഈ സത്യത്തിൽ ദുഃഖം. മതിയാവായികയാണ് ഈ ദുഃഖം. ലഭിച്ച സുഖം ആവർത്തിക്കണം എന്ന ചിന്തയാണ് ദുഃഖം. അപ്പൊ ആകത്തുക ദുഃഖമാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ ദുഃഖ നിവൃത്തിക്കായിട്ട് പരിശ്രമിച്ചു തുടങ്ങും. ഈ ദുഃഖമുണ്ടാകുന്നത് എപ്പോഴാ? നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവുന്നത് എപ്പോഴാ? ശരീരത്തിന് വേണ്ടി മാത്രം. ശരീരം എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കലായിട്ടുള്ള ബോഡി മാത്രമല്ല, ശരീരത്തിനകത്ത് മനസ്സും അഹങ്കാരവും ബുദ്ധിയും ഒക്കെ ഉൾപ്പെടും. അതായത് ഗുണവൈഷമ്യം എന്ന പ്രകൃതിയുടെ 24 തത്വങ്ങളുടെയും ചേരുവയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. പ്രകൃതിജന്യമായതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ആ ശരീരത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുമ്പോൾ, അങ്ങനെ ആയിരിക്കും എല്ലാവരും തുടക്കത്തിൽ ജീവിക്കുക, അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. അങ്ങനെ ജീവിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പം ശ്രദ്ധാപുരസരമാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ജീവിതത്തിന്റെ ആകത്തുക ദുഃഖമാണ് എന്ന് മനസ്സിലാകും. ദുഃഖം എന്ന് പറഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ, ഒന്നിനും ഒരു തൃപ്തിയില്ല. എന്ത് ചെയ്താലും ഒരു മതിവരായ്മ. ആ ഒരു ചിന്ത വരുമ്പോഴാണ്, ആ ഒരു മതിവരായ്മ വരുമ്പോഴാണ്, ദുഃഖം വരുമ്പോഴാണ് ദുഃഖ നിവർത്തിക്കായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ ദുഃഖ നിവർത്തിക്കായിട്ട് ശ്രമിക്കുന്ന വിവേകമതികളായ മനുഷ്യർ ഒരിക്കലും ശരീരത്തെ ആത്മാവെന്ന് ഭാവിക്കുന്നവർ അല്ല. ഈ ശരീരം മാത്രമാണ് പ്രധാനം എന്ന് കരുതുന്നവരല്ല. ഇതിനപ്പുറം എന്തോ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവർ ആണവർ. അത് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് മനുഷ്യ ജന്മത്തിൻ്റെ പ്രത്യേകതയും. മനുഷ്യരല്ലാത്തവർക്ക് അത് സാധിക്കില്ല. മനുഷ്യരുടെ തലച്ചോറിൻ്റെ പ്രത്യേകത കൊണ്ടും കൂടിയാണ് അത് സാധിക്കുന്നത്. പ്രകൃതിയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ തലച്ചോറ്. മറ്റുള്ള മൃഗങ്ങളെ പോലെ നിലനിന്ന് തൻ്റെ നിലനിൽപ്പും
തൻ്റെ വംശത്തിൻ്റെ നിലനിൽപ്പും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ, ജീവജാലങ്ങളുടെ ഉദ്ദേശം അതാ, അവരുടെ നിലനിൽപ്പും അവരുടെ വംശത്തിൻ്റെ നിലനിൽപ്പും. വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ പ്രജനനം നടത്തുന്നത്. അവരുടെ നിലനിൽപ്പ് വേണ്ടിയിട്ടാണ് അവർ ആഹാരം തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ജീവജാലങ്ങളുടെ ലക്ഷ്യം. അതായിരുന്നു മനുഷ്യന്റെ ലക്ഷ്യമെങ്കിൽ പ്രകൃതി മനുഷ്യനിലൂടെ ഉദ്ദേശിക്കുന്നത് സ്വന്തം നിലനിൽപ്പും സ്വന്തം വംശത്തിന്റെ നിലനിൽപ്പും മാത്രമായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ തലച്ചോറിലെ ഈ കോർട്ടക്സ് ഭാഗം ഇവോൾവ് ചെയ്ത് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബ്രെയിൻ സ്റ്റെമ്മും മിഡിൽ ബ്രെയിനും മതിയാകുമായിരുന്നു സസ്റ്റെയിൻ ചെയ്യാനും നിലനിൽക്കാനും വംശത്തെ നിലനിർത്താനും. ഇപ്പൊ കോർട്ടക്സ് നമുക്ക് തന്നതുകൊണ്ട്, പ്രത്യേകിച്ചും ഈ മുൻഭാഗം, കോർട്ടക്സിന്റെ മുൻഭാഗം ഫ്രണ്ടൽ കോർട്ടക്സ്, അത് വീണ്ടും വിചാരത്തിന്റെ ഭാഗമാണ്, അത് വിശകലനത്തിന്റെ ഭാഗമാണ്. ഈ കോർട്ടക്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നത്. ഇതൊക്കെ മനുഷ്യ ജന്മത്തിന്റെ പ്രത്യേകതയാണ്. പ്രകൃതി മറ്റ് ജീവജാലങ്ങളിലൂടെ ഉദ്ദേശിച്ച കാര്യം മാത്രമല്ല മനുഷ്യനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത്. അവന്റെ തലച്ചോറിന്റെ ഉരുത്തിരിഞ്ഞു വരുന്നതിലൂടെ, മനുഷ്യന്റെ തലച്ചോറ് ഉരുത്തിരിഞ്ഞു വരുന്നതിലൂടെ വ്യക്തമാക്കുകയാണ് പ്രകൃതി. പ്രകൃതി നമ്മളിലൂടെ പറയുന്നത് പ്രകൃതി ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമല്ല, അതിൽ കൂടുതൽ എന്തോ ഉണ്ട്. ആ എന്തോ ഉണ്ട് എന്നുള്ളത് എങ്ങനെയാ തിരിച്ചറിയുക? ശ്രദ്ധാപൂർവം ജീവിക്കുമ്പോൾ. ശ്രദ്ധാപൂർവം ജീവിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം തൃപ്തിയില്ലായ്മ, അതാണ് ദുഃഖം. ആ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവർ ആരോ അവരാണ് വിവേകമതികൾ. അപ്പൊ വിവേകമതികളായ മനുഷ്യർ ഒരിക്കലും ശരീരത്തെ ആത്മാവെന്ന് ഭാവിക്കുന്നവർ അല്ല. അവർ ശരീരത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് കരുതുന്നവർ അല്ല.